Hi dear my children, we go to the next session of redox reactions. Okay, now you have a question. See, one reaction is given, H2S plus chlorine gives HCl plus sulfur. Question ചോദിച്ചിരിക്കുന്നത് identify the species undergoing oxidation and reduction ആണ്. Simply you look at the oxidation state. Oxidation state നോക്കിക്കേ, oxidation state വരുമ്പോൾ H2S ഹൈഡ്രോജൻ പ്ലസ് 1 അപ്പോൾ 2 ഹൈഡ്രോജൻ മീൻസ് പ്ലസ് 2 സം ഈക്വൽ ടു 0 അപ്പോൾ സൾഫർ -2 -2 വരുന്ന സൾഫർ ഇവിടെ എത്തുമ്പോൾ എലിമെൻ്ററി സ്റ്റേറ്റിലാണ് 0 അപ്പോൾ -2 × 0 ഓക്സിഡേഷൻ നമ്പർ കൂടിയാണ് ചെയ്തത്. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ മീൻസ് ഓക്സിഡേഷൻ. itself undergoes oxidation means act as reducing agent. അപ്പോൾ H2S ആണ് അവിടെ റെഡ്യൂസിങ് ഏജൻറ്റ്. അതിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സൾഫൈഡ് S2- ആണ് അവിടെ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മുടെ റിഡക്റ്റൻ്റ് H2S ആണ്. ക്ലിയർ ആണല്ലോ. സൾഫർ -2 അവിടുന്ന് അങ്ങോട്ട് 0 അപ്പം ഓക്സിഡേഷൻ നമ്പർ കൂടി, അപ്പോൾ അത് ഓക്സിഡേഷനാണ്. itself undergoes oxidation means act as itself undergoes oxidation, reducing agent. ഇനി അടുത്തത് ക്ലോറിനാണ്. ക്ലോറിൻ റിയാക്റ്റീവ് സൈഡിൽ എലിമെൻ്ററി സ്റ്റേറ്റിലാണ് 0 ഇവിടെ വരുമ്പോൾ -1 0 to -1 റിഡക്ഷനാണ്, ഡിക്രീസ് ഇൻ ദി ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. അപ്പോൾ itself undergoes reduction means act as an oxidizing agent. അപ്പം ക്ലോറിൻ acts as an oxidizing agent or oxidant. ക്ലിയർ അല്ലേ? കുഴപ്പമില്ലല്ലോ. സ്പീഷീസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, അതിന് കുഴപ്പമില്ലല്ലോ. യെസ്. ഇനി Fe3O4 പ്ലസ് അലൂമിനിയം നോക്കി, ഓക്സിജൻ -2 ഓക്സിജൻ -2 അപ്പോൾ 4 ഓക്സിജൻ മീൻസ് -8 കംപ്ലീറ്റ് സമ്മ 0 വരണം. അപ്പം 3 അയണിലൂടെ +8 വരും. +8 നിൽക്കുന്ന അയൺ ഇവിടെ 0 വരുന്നത്. +8 എന്ന് പറഞ്ഞാൽ 3 അയണിൻ്റെതാണ്. ആവറേജ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുക്കുമ്പോൾ 8/3. എനിവേ ഡിക്രീസ് ആണ് വരുന്നത്. ഡിക്രീസ് മീൻസ് റിഡക്ഷൻ ആണ്. അപ്പോൾ സ്പീഷീസ് അണ്ടർഗോയിങ് റിഡക്ഷൻ ഈസ് Fe3O4. itself undergoes reduction means act as an oxidant. അപ്പം Fe3O4 ആണ് ഓക്സിഡൻറ്റ്. അലൂമിനിയം 0 അവിടെ വരുമ്പോൾ +3 അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഓക്സിഡേഷനാണ്. itself undergoes oxidation means act as a reducing agent. അപ്പോൾ അലൂമിനിയത്തിന് അവിടെ ഓക്സിഡേഷനാണ്. അടുത്ത് വരുമ്പോൾ സോഡിയം 0 ഇവിടെ എത്തുമ്പോൾ +1 0 to +1 ഓക്സിഡേഷൻ. അപ്പോൾ സ്പീഷീസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ഈസ് സോഡിയം. itself undergoes oxidation means sodium act as reducing agent. അപ്പോൾ സോഡിയം ഇവിടെ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, സോഡിയത്തിന് ഓക്സിഡേഷനാണ്. ഹൈഡ്രോജൻ 0 അവിടെ എത്തുമ്പോൾ -1 കണ്ടോ, ഹൈഡ്രോജന് -1 വരാം. എവിടെ? മെറ്റൽ ഹൈഡ്രൈഡ്സിൽ. മെറ്റൽ എന്തിലാണ് വരിക? +1. അപ്പോൾ ഹൈഡ്രോജനോ മെറ്റൽ ഹൈഡ്രൈഡിൽ ഹൈഡ്രോജൻ -1 0 to -1 റിഡക്ഷൻ. itself undergoes reduction means oxidizing agent. അപ്പോൾ ഹൈഡ്രോജൻ can function as an oxidizing agent also when it reacts with metals. അത് റെഡ്യൂസിങ് ഏജൻ്റ് ആണ് നോൺ മെറ്റൽസ് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ജസ്റ്റിഫൈ ദി റിയാക്ഷൻ. ഇതൊക്കെ NCERT ക്വസ്റ്റ്യൻസ് ആണ്. Cu2O plus Cu2S give Cu plus SO2. Cu2O എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുപ്രസ് ഓക്സൈഡ് ആണ്, കോപ്പർ 1 ഓക്സൈഡ്. എങ്ങനെ മനസ്സിലായി? ഓക്സിജൻ -2 സം ഈക്വൽ ടു 0 വരുമ്പോൾ 2 കോപ്പറിന് +2 അപ്പോൾ ഒരു കോപ്പറോ +1 അപ്പോൾ അത് കോപ്പർ 1 ഓക്സൈഡാണ്. 1 കോപ്പർ അവിടെ എത്തുമ്പോൾ എത്രയിലെത്തി? 0 +1 × 0 അല്ലേ? അതെ. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. പ്രോസസ്സ് എന്താ? റിഡക്ഷൻ. അപ്പോൾ സ്പീഷീസ് അണ്ടർഗോയിങ് റിഡക്ഷൻ മീൻസ് കോപ്പറാണ്. ഏത് കോപ്പർ? +1 എന്ന്. ഇവിടെ ഒരു കോപ്പർ ഉണ്ടല്ലോ, അത് എത്രയില്ല? +1. എന്താ കാരണം? സൾഫൈഡാണ്. സൾഫൈഡിൽ സൾഫർ -2 കോപ്പറോ അപ്പോൾ +2 അത് എത്ര കോപ്പർ? 2 കോപ്പർ. അപ്പോൾ ഒരു കോപ്പർ +1 നിന്ന് അയാൾ 0 അപ്പോൾ 2 സ്ഥലത്ത് ഈ 2 കോമ്പൗണ്ടിലും കോപ്പർ +1 ഉണ്ട്. ആൻഡ് കോപ്പർ ഇൻ +1 ഈസ് അണ്ടർഗോയിങ് റിഡക്ഷൻ ടു 0. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്. അണ്ടർഗോയിങ് റിഡക്ഷൻ മീൻസ് itself act as an oxidizing agent. അപ്പോൾ കോപ്പർ 1 of Cu2O and copper 1 of Cu2S act as oxidizing agent. എന്താ കാരണം?
itself undergoes reduction. അതെങ്ങനെ മനസ്സിലായി? കോപ്പർ +1 എന്ന്. ഇവിടേക്ക് എത്തുമ്പോൾ എത്രയായി? 0 വന്നു. +1 × 0 എന്താ? ഡിക്രീസ് ഇൻ ദി ഓക്സിഡേഷൻ നമ്പർ. അതെന്താ? റിഡക്ഷൻ. itself undergoes reduction means oxidizing agent. അപ്പോൾ രണ്ട് സ്ഥലത്തെയും കോപ്പർ +1 നിന്നും കൊണ്ട് അത് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു. itself undergoes reduction and get reduced into copper. ഇനി വരുന്നത് ഓക്സിജൻ ഇവിടെ -2 അവിടെ എത്തുമ്പോഴും അത് ഓക്സൈഡാണ്. ഓക്സൈഡ്സിലൊക്കെ ഓക്സിജൻ -2 അപ്പോൾ ഓക്സിജന് ചേഞ്ച് ഇല്ല. സൾഫർ നോക്കി, സൾഫർ എത്രയില്ല? -2 -2 സൾഫർ അവിടെ എത്തുമ്പോൾ എത്രയിലെത്തി? +4 -2 × +4 ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. പ്രോസസ് ഈസ് കോൾഡ് oxidation. Itself undergoes oxidation means act as a reducing agent. അപ്പം sulfur of Cu2s act as reducing agent and it reduces copper of +1, copper in +1 into 0. ക്ലിയർ ആണോ പറഞ്ഞ? ഐഡിയാസ് കംപ്ലീറ്റ് ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇനി ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്സിഡൻ്റ് ആണ്, റിഡക്റ്റൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ചെയ്ത് തന്നില്ലേ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ വരുന്നത് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസാണ്. നമ്മൾ കുറേ റിഡോക്സ് റിയാക്ഷൻസൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഡിസ്റ്റിങ്ഷനിലേക്കാണ് നമ്മൾ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ കോമ്പിനേഷൻ റിയാക്ഷൻസാണ്. കോമ്പിനേഷൻ റിയാക്ഷൻസ് ഒരു 3 എക്സാമ്പിൾ, ജസ്റ്റ് ഒരു 3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കാർബൺ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ആൻഡ് ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. മഗ്നീഷ്യം കമ്പൈൻസ് വിത്ത് നൈട്രോജൻ ആൻഡ് ഇറ്റ് ഫോംസ് മഗ്നീഷ്യം നൈട്രൈഡ്. Methane, a compound, combines with the oxygen, forms carbon dioxide and water. Combustion ആണത്. മീഥൈൻ്റെ കമ്പസ്റ്റൺ. അപ്പോൾ ഈ കമ്പസ്റ്റൺ എന്താ? അവിടെ കോമ്പിനേഷനാണ്. ഈ സബ്സ്റ്റൻസ് ആരുമായിട്ട് കമ്പൈൻ ചെയ്തു? ഓക്സിജനായിട്ട്. ഈ സബ്സ്റ്റൻസ് ആരുമായിട്ട് കമ്പൈൻ ചെയ്തു? നൈട്രജനായിട്ട്. ഈ സബ്സ്റ്റൻസ് ആരുമായിട്ട് കമ്പൈൻ ചെയ്തു? ഓക്സിജനായിട്ട്. അപ്പോൾ ഓക്സിജൻ നൈട്രജൻ എന്നൊക്കെ പറയുമ്പം ദാറ്റ് എലമെൻറ്റ്, ദാറ്റ് പർട്ടിക്കുലർ സ്പീഷീസ് ഇൻ ദി എലമെൻ്ററി സ്റ്റേറ്റ് ആണ്. അപ്പോൾ one of the species in the elementary state combines with another species. അത് എലിമെൻ്ററി സ്റ്റേറ്റ് ആവുക അല്ലെങ്കിൽ കോമ്പൗണ്ട് ആവുക. ആൻഡ് ഇറ്റ് ഫോംസ് ദി പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൽ വന്നു. ഇനി പ്രോഡക്റ്റ് ഒരെണ്ണം മാത്രമേ വരണം നിർബന്ധമുണ്ടോ? ഇല്ല. ഒരെണ്ണം മാത്രമല്ല, 2 എലിമെൻ്ററി സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരെണ്ണത്തിന് ചാൻസ് വന്നു. ഹൈഡ്രോജൻ + ക്ലോറിൻ ഗിവ്സ് HCl, നൈട്രജൻ + ഓക്സിജൻ ഗിവ്സ് NO. മീഥെയിൻ കോമ്പൗണ്ട് വന്നു. കോമ്പൗണ്ട് എലിമെൻറ്റ് കമ്പൈൻസ് വിത്ത് എൻ എലിമെൻ്ററി സബ്സ്റ്റൻസ്, ഫോംസ് 2 types of products. അപ്പോൾ സിംഗിൾ പ്രോഡക്റ്റ് തന്നെ വേണമെന്നില്ല, പ്രോഡക്റ്റ് മോർ ദാൻ 1 വരാം. എലിമെൻ്ററി സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസ് കമ്പൈൻ ചെയ്ത് വരുമ്പോഴും ഒരു സിംഗിൾ പ്രോഡക്റ്റിനുള്ള പ്രോബബിലിറ്റി ആയി. കണ്ടു? അത് കുഴപ്പമില്ലല്ലോ. ഇവിടെ കാർബൺ എത്രയില്ല? 0. അവിടെ എത്തുമ്പോഴോ +4. കാർബൺ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ. itself undergoes oxidation means carbon acts as a reducing agent. ഓക്സിജൻ എത്രയില വന്നത്? 0. അവിടെ വരുമ്പോഴോ ഓക്സൈഡിൽ -2. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. എന്താ പ്രോസസ്സ്? റിഡക്ഷൻ. itself undergoes reduction means act as oxidizing agent. Magnesium 0 × +2. Magnesium undergoes oxidation, so magnesium acts as reducing agent. Nitrogen 0 to -3. Reduction ആണ് നൈട്രജന്, കാരണം ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞതാണ്. നൈട്രജൻ ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ദെൻ മീഥെയിൻ, കാർബൺ ഓഫ് മീഥെയിൻ ഇൻ -4. അത് കാർബൺ ഡൈ ഓക്സൈഡിൽ വരുമ്പോഴോ +4. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. Process oxidation. Itself undergoes oxidation means act as reducing agent. So methane reduces oxygen into -2. ഓക്സിജൻ എത്രയില്ല? 0. എങ്ങോട്ട് പോയി? -2ലേക്ക് പോയി. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. എന്താ പ്രോസസ്സ്? റിഡക്ഷൻ. ആർക്കാ റിഡക്ഷൻ നടന്നത്? ഓക്സിജന്. ആരാ അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ്? ഓക്സിജനെ പിടിച്ച് റെഡ്യൂസ് ചെയ്തത് ആരാ? മീഥൈന. അയാൾക്ക് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ. ഐഡിയ ശരി ക്ലിയർ ചെയ്യണേ. കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് we come into decomposition reaction ആണ്. Decomposition ആണ് കേട്ടോ. Yes. A particular compound, say water. കണ്ടോ? ഒരു particular substance. A compound decomposes and gives various products, of which one of the product must be in the elementary state. ഒരു പ്രോഡക്റ്റ് എലിമെൻ്ററി സ്റ്റേറ്റിൽ വരണം. ഇതാ KClO3, a single compound ഡികമ്പോസ് ചെയ്തു. ആൻഡ് ഇറ്റ് ഗീവ്സ് പൊട്ടാസ്യം ക്ലോറൈഡ്, അതൊരു കോമ്പൗണ്ട്. പിന്നെ ആര് വന്നു? ഓക്സിജൻ. അതെവിടെ വന്നു? എലിമെൻ്ററി സ്റ്റേറ്റിൽ. സോ എ കോമ്പൗണ്ട് ഡികമ്പോസസ് ഇൻ സച്ച് എ മാനർ ദാറ്റ് വൺ ഓഫ് ദി പ്രോഡക്റ്റ് ഈസ് ഫോംഡ് ഇൻ ദി എലിമെൻ്ററി സ്റ്റേറ്റ് ഈസ് കോൾഡ് ഡികമ്പോസിഷൻ റിയാക്ഷൻ. സോഡിയം ഹൈഡ്രേറ്റ് ഡികമ്പോസ് ചെയ്തു, സോഡിയം + ഹൈഡ്രോജൻ കിട്ടി. അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എലിമെൻ്ററി സ്റ്റേറ്റിൽ വന്നാൽ മതി. എല്ലാവരും എലിമെൻ്ററി സ്റ്റേറ്റിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. വാട്ടർ ഡികമ്പോസ് ചെയ്തു, ഹൈഡ്രോജൻ + ഓക്സിജൻ.
എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നോക്കി, ഓക്സിജൻ എത്രയില്ല? -2. അവിടെ വരുമ്പോഴോ 0. ഇവിടെ വരുമ്പം +1 ഹൈഡ്രജൻ, അവിടെ എത്തുമ്പോൾ 0. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജനും ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തു. സോഡിയം എത്രയില്ല? +1, അവിടെ എത്തുമ്പോഴോ 0. എന്താ പ്രോസസ്സ്? ഓക്സിഡേഷൻ. ഇറ്റ് സെൽഫ് അണ്ടർഗോസ് ഓക്സിഡേഷൻ. കണ്ടോ? +1 സോഡിയം, ഇവിടെ എത്തുമ്പോൾ എന്തായി? 0. എന്താ സംഭവിച്ചത്? ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സ് എന്താ? റിഡക്ഷനാണ്. ഓക്സിഡേഷൻ ആണോ? അല്ല. ശ്രദ്ധിക്കണം കേട്ടോ. +1 × 0, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ് മീൻസ് റിഡക്ഷൻ. അപ്പോൾ Na+ അണ്ടർഗോസ് റിഡക്ഷൻ ഇൻറ്റു Na. ഹൈഡ്രജനോ -1. -1 എന്ന് എവിടേക്ക് വന്നു? 0ലേക്ക് വന്നു. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടി. ഇറ്റ് സെൽഫ് അണ്ടർഗോസ് ഓക്സിഡേഷൻ മീൻസ് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ H- ആക്ട്സ് ആസ് റെഡ്യൂസിങ് ഏജൻറ്റ് ആൻഡ് H- റെഡ്യൂസസ് Na+ ഇൻറ്റു Na. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻ ആണ് അത്. അത് 2 ടൈപ്പ് കോമ്പൗണ്ട് ഉണ്ട് അതിനകത്ത്? ഇല്ല, ഒരൊറ്റ ടൈപ്പ് കോമ്പൗണ്ടേ ഉള്ളൂ. അപ്പോൾ അത് ഇൻട്രാ റിഡോക്സ് ആണ്, ഇൻ്റർ റിഡോക്സ് അല്ല. നേരത്തെയൊക്കെ നമുക്ക് എന്തുണ്ടായിരുന്നു? കോമ്പിനേഷൻ റിയാക്ഷൻ എടുത്തു. കോമ്പിനേഷൻ റിയാക്ഷൻസിൽ നമുക്ക് 2 ടൈപ്പ് സ്പീഷീസ് ഉണ്ടായിരുന്നു. റിയാക്റ്റീവ് സൈഡിൽ 2 പേര് അറ്റ്ലീസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ എത്ര പേരേ ഉള്ളൂ? ഒരാളേ ഉള്ളൂ. എ സിംഗിൾ കോമ്പൗണ്ട് ഡികമ്പോസസ്. അതിൽ ആരൊക്കെ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്ത് നോക്കിയതാ നോക്ക്. പൊട്ടാസ്യം ക്ലോറൈറ്റ് ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട്, അതിൽ ക്ലോറിൻ ചേഞ്ച് ചെയ്തു +5 നിന്ന് -1ലേക്ക്. ഓക്സിജൻ ചേഞ്ച് ചെയ്തു -2 നിന്ന് 0ലേക്ക്. അപ്പോൾ 2 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, ഒന്ന് ക്ലോറിനാണ്, മറ്റേത് ഓക്സിജനാണ്. ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കോമ്പൗണ്ട് changes its oxidation state. Two different elements change their oxidation state. അപ്പോഴാണ് അതെന്തായത് മാറിയിരിക്കുന്നത്? ഇൻട്രാ റിഡോക്സ് ആയത്. എത്ര കോമ്പൗണ്ട് പാടുള്ളൂ? ഒറ്റ കോമ്പൗണ്ടേ പാടുള്ളൂ. അതിൽ അറ്റ്ലീസ്റ്റ് 2 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തു. ഇൻട്രാ റിഡോക്സ് എന്നുകൂടെ അതിനെ പറയും. ഇതൊക്കെ ഇൻട്രാ റിഡോക്സ് ആണ്. ക്ലിയർ അല്ലേ? മറ്റേത് ഇൻ്റർ റിഡോക്സ്. ഇൻ്റർ റിഡോക്സ് കിട്ടണമെങ്കിൽ മിനിമം യു മസ്റ്റ് ഹാവ് 2 റിയാക്റ്റൻസ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. യെസ്. ഇനി നമ്മളൊരു റിയാക്ഷൻ എടുത്തു. സേ CaCO3 gives CaO + CO2. കണ്ടോ? ഇത് ഡീകമ്പോസിഷൻ അല്ലേ? അതെ. കാൽഷ്യം കാർബണേറ്റ് എന്ത് ചെയ്തു? ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടി. കാൽഷ്യം കാർബണേറ്റ് സോളിഡ്, കാൽഷ്യം ഓക്സൈഡ് സോളിഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ഇതിലേതെങ്കിലും സ്പീഷീസ് എലമെൻ്ററി സ്റ്റേറ്റിൽ വന്നോ? ഇല്ല. ഇതൊന്നും എലമെൻ്ററി സ്റ്റേറ്റിലല്ല. ദിസ് ഈസ് എ പർട്ടിക്കുലർ കോമ്പൗണ്ട്, ദിസ് ഈസ് അനദർ പർട്ടിക്കുലർ കോമ്പൗണ്ട്. ഇവിടെ ഒരാൾ മിനിമം എലമെൻ്ററി സ്റ്റേറ്റിൽ വന്നിട്ടുണ്ട് ഡീകമ്പോസ് ചെയ്തതിന് ശേഷം. അപ്പോഴേ അവിടെ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്യുള്ളൂ. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തോ? ഇല്ല. കാർബൺ അവിടെ +4ലാണ്, ഇവിടെ വരുമ്പോഴും കാർബൺ +4 തന്നെയാണ്. കാൽഷ്യം +2, കാൽഷ്യം +2, ഓക്സിജൻ -2, ഓക്സിജൻ -2. അപ്പം നോബഡി ചേഞ്ചസ് ദർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ആർക്കും ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെന്തല്ല? റിഡോക്സ് റിയാക്ഷൻ അല്ല. അപ്പം ഡീകമ്പോസിഷൻ ആണോ? അതെ. എല്ലാ ഡീകമ്പോസിഷനും റിഡോക്സ് ആണോ? അല്ല. ഡീകമ്പോസിഷൻ റിഡോക്സ് ആണ് എപ്പോഴും അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദി പ്രോഡക്റ്റ് ഈസ് ഇൻ ദി എലമെൻ്ററി സ്റ്റേറ്റ്. ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് എലമെൻ്ററി വന്നോ? ഇല്ല. ഡീകമ്പോസിഷൻ അല്ലേ? അതെ. റിഡോക്സ് ആണോ? അല്ല. അപ്പം ഓൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആർ നോട്ട് റിഡോക്സ് റിയാക്ഷൻ. അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണിത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്തതിൽ വരുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ് ചെയ്യാം, ഒരാൾ വേറൊരാളെ ഡിസ്പ്ലേസ് ചെയ്യാം. അത് സൊല്യൂഷനോ മോൾട്ടൺ സ്റ്റേറ്റൊന്നോ എവിടെ നിന്ന് വേണമെങ്കിലും ആവാം. നോക്കി, അത് ഫസ്റ്റ് വൺ ഡിസ്പ്ലേസ്മെൻറ്റ് 2 ടൈപ്പിൽ നമുക്ക് പറയാം. വൺ ഈസ് മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദി അതർ വൺ ഈസ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ്. മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കി, യു ഹാവ് എൻ എക്വ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. അറിയാമല്ലോ, കോപ്പർ സൾഫേറ്റിൻ്റെ എക്വ സൊല്യൂഷൻ ബ്ലൂ കളേർഡ് ആണ്. അതിനകത്തേക്ക് നമ്മൾ പിഞ്ചസ് ഓഫ് സിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സിങ്ക് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് മോർ ഇലക്ട്രോ പോസിറ്റീവ് ആണ് ആരെക്കാളും? കോപ്പറിനേക്കാളും. അപ്പോൾ സിങ്ക് വിൽ റെഡ്യൂസ് Cu2+ ഇൻറ്റു Cu. സിങ്ക് റെഡ്യൂസസ് Cu2+ ഇൻറ്റു Cu. നമ്മൾ പറയും സിങ്ക് കോപ്പർ സൾഫേറ്റ് എന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്ത് വെച്ചു. കോപ്പർ സൾഫേറ്റ് ഇപ്പോൾ എവിടെയുള്ളത്? കുപ്രിക് അയോൺസ് എവിടെയുള്ളത്? സൊല്യൂഷനിലാണ്. അവിടെ നിന്ന് എന്ത് ചെയ്തു? അങ്ങോട്ട് എടുത്ത് വെച്ചു. അപ്പോൾ പ്രോസസ്സ് എന്താ? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് ഏത് ഡിസ്പ്ലേസ്മെൻറ്റാ? മെറ്റൽ ഡിസ്പ്ലേസസ് അനദർ മെറ്റൽ. അപ്പോൾ അത് മെറ്റൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒരൊറ്റ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുള്ളൂ, കുഴപ്പമില്ലല്ലോ അത്. ഓക്കെ, ഇത് നമ്മൾ 9th 10th പഠിച്ചതാണ്. മോർ ആക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസസ് ദി ലെസ് ആക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ്സ് സോൾട്ട് അക്വ സൊല്യൂഷൻ. ആ ടൈപ്പ് റിയാക്ഷനാണിത്. അവിടെ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? കോപ്പർ എത്രയില്ല? +2, അവിടെ വരുമ്പോഴോ 0. അപ്പോൾ കോപ്പറിന് എന്ത് ചെയ്തു? ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സ് എന്താ? റിഡക്ഷൻ ആണ്. ഇറ്റ് സെൽഫ് അണ്ടർഗോസ് റിഡക്ഷൻ മീൻസ് ആക്ട് ആസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഇതിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാ?
കോപ്പർ +2 ഓഫ് കോപ്പർ സൾഫേറ്റ്, കോപ്പർ 2+ ആണ്. സിങ്ക് 0 എന്ന് എവിടേക്ക് വന്നു? +2ലേക്ക് വന്നു. എന്താ പ്രോസസ്സ്? ഓക്സിഡേഷൻ നമ്പർ കൂടിയതാണ്, ഓക്സിഡേഷൻ ആണ്. സിങ്ക് 0 എന്ന് +2ലേക്ക് വന്നു, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്, ഓക്സിഡേഷനാണ്. ഇറ്റ്സെൽഫ് അണ്ടർഗോസ് ഓക്സിഡേഷൻ മീൻസ് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പം സ്പീഷീസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ചോദിച്ചാൽ 0 എന്ന് +2ലേക്ക് വന്നത് സിങ്ക് ആണ്. സോ സ്പീഷീസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ഈസ് സിങ്ക്. Zinc is the species undergoing oxidation. Since it is a species undergoing oxidation, it acts as a reducing agent. It reduces Cu2+ into Cu. Clear? ശരിക്ക് ക്ലിയർ ചെയ്ത് വെക്കണേ അത്. ദെൻ അടുത്തത് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടോ? നമ്മൾ എടുത്തിരിക്കുന്ന വാട്ടറിനകത്തേക്ക് നമ്മൾ സോഡിയം ആഡ് ചെയ്തു. മോറിലേറ്റർ, വൺ ഓഫ് ദി മോറിലേറ്റർ പോസിറ്റീവ് എലമെൻറ്റ്. അപ്പോൾ സോഡിയം ഡിസ്പ്ലേസസ് ഹൈഡ്രജൻ ഫ്രം വാട്ടർ. ഹൈഡ്രജൻ നോൺ മെറ്റൽ അല്ലേ? അതെ. സോ ആക്റ്റീവ് മെറ്റൽസ് വെൻ ദേ റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ ദേ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ. അപ്പോൾ അത് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റാണ്. റിഡോക്സ് അല്ലേ? അതെ. സോഡിയം എത്രയിലാണ് വന്നത്? 0-ൽ. ഇവിടെ വരുമ്പോൾ എത്രയിൽ വന്നു? +1-ൽ. 0 to +1 ഓക്സിഡേഷൻ. സെൽഫ് അണ്ടർഗോസ് ഓക്സിഡേഷൻ മീൻസ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ സോഡിയം റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അയാൾക്ക് എന്താ സംഭവിച്ചത്? സോഡിയത്തിന് ഓക്സിഡേഷൻ. സോ സ്പീഷീസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ഈസ് സോഡിയം. റെഡ്യൂസിങ് ഏജൻറ്റ് ഈസ് സോഡിയം. കുഴപ്പമില്ലല്ലോ. ഇറ്റ് സെൽഫ് അണ്ടർഗോസ് ഓക്സിഡേഷൻ മീൻസ് ഇറ്റ് ആക്ട്സ് ആസ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇനി വാട്ടറിൽ വന്നു. വാട്ടറിൽ അറിയാമല്ലോ ഹൈഡ്രജൻ +1-ൽ. അവിടെ എത്തുമ്പോഴോ 0-ൽ. +1 into 0 എന്താ? ഓക്സിഡേഷനാ? അല്ല. എന്താ? +1 into 0 ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞതാ. അപ്പോൾ +1 into 0 റിഡക്ഷൻ. ഇറ്റ് സെൽഫ് അണ്ടർഗോസ് റിഡക്ഷൻ മീൻസ് ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. So hydrogen in +1 act as an oxidizing agent and itself undergoes reduction to hydrogen. Hydrogen of water act as an oxidizing agent and it oxidizes sodium from 0 to +1. ഇങ്ങനെ അത് ഫെമിലർ ആക്കി വെക്കണം എല്ലാ പോയിൻറ്സും. ക്ലിയർ ആണല്ലോ? ദെൻ നോക്കി വാട്ടറിനകത്തേക്ക് നമ്മൾ ഫ്ലൂറിൻ ആഡ് ചെയ്തു. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിനൊക്കെ നമുക്ക് ഹാലോജൻസിൻ്റെ കാറ്റഗറി, നോൺ മെറ്റൽസ്. അത് ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. അത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, whenever you move down the group, what happens to the oxidizing power? Oxidizing power decreases. അപ്പോൾ അതിൽ നല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓർ സ്ട്രോങ് ഓക്സിഡൻ്റ് ആരാ? ഫ്ലൂറിൻ ആണ്. അപ്പോൾ ഫ്ലൂറിൻ ക്യാൻ ഓക്സിഡൈസ് ഓക്സിജൻ ഫ്രം -2 to 0. അപ്പോൾ ഫ്ലൂറിനെ വാട്ടർ റേറ്റിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്ലൂറിൻ വാട്ടറിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൂറിൻ വാട്ടറിന് ആരെ ഡിസ്പ്ലേസ് ചെയ്തു? ഓക്സിജൻ ഡിസ്പ്ലേസ് ചെയ്തു. കണ്ടോ? ഫ്ലൂറിൻ ഓക്സിഡൈസസ് ഓക്സിജൻ ഫ്രം -2 to 0. ക്ലിയർ അല്ലേ? അപ്പോൾ ഫ്ലൂറിൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഫ്ലൂറിൻ എന്ത് സംഭവിക്കും? 0 to -1. എന്താ പ്രോസസ്സ്? 0 to -1 റിഡക്ഷൻ ആണ്. ഇറ്റ് സെൽഫ് അണ്ടർഗോസ് റിഡക്ഷൻ മീൻസ് ആക്ട് ആസ് എൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഫ്ലൂറിൻ ഈസ് ദി ഓക്സിഡൻറ്റ്. അയാൾ ആരെ പിടിച്ച് ഓക്സിഡൈസ് ചെയ്തു? ഓക്സിജനെ. ഓക്സിജൻ എത്രയില്ല? -2-ൽ. അവിടെ വരുമ്പോഴോ 0-ൽ. -2 into 0 -2 into 0 ഓക്സിഡേഷൻ. ക്ലിയർ അല്ലേ? സോ ഫ്ലൂറിൻ ഡിസ്പ്ലേസസ് ഓക്സിജൻ ഫ്രം വാട്ടർ. അപ്പോൾ അത് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഇനി ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഇങ്ങനെ വന്നു. അതിൽ ഡൗൺ ദി ഗ്രൂപ്പ് whenever you move ഓക്സിഡൈസിങ് പവർ ഡിക്രീസസ്. അപ്പോൾ ബ്രോമിനേക്കാളും ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് ആര്? ക്ലോറിൻ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ക്ലോറിനെ പൊട്ടാസ്യം ബ്രോമൈഡിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് പാസ് ചെയ്തു. ഇതിലാരാ? ബ്രോമിനേക്കാളും ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആരാ? ക്ലോറിനാണ്. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യും? ബ്രോമിനെ പിടിച്ച് ഓക്സിഡൈസ് ചെയ്യും. ബ്രോമിൻ എത്രയില്ല? -1-ൽ. എങ്ങോട്ട് മാറ്റി? 0-ലേക്ക് മാറ്റി. എന്താ പ്രോസസ്സ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആര് ഡിസ്പ്ലേസ് ചെയ്തു? ക്ലോറിൻ ആണ് ബ്രോമിനെ ഡിസ്പ്ലേസ് ചെയ്തത്. ക്ലോറിൻ എന്താ ഡിസ്പ്ലേസ് ചെയ്യാൻ കാരണം? ക്ലോറിൻ ഈസ് ദി ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ബീങ് എ ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻറ്റ്, ഇറ്റ് ഓക്സിഡൈസസ് ബ്രോമിൻ ഫ്രം -1 to 0. പ്രോസസ് ഈസ് ക്ലോറിൻ undergoes 0 to -1. എന്താ പ്രോസസ്സ്? റിഡക്ഷൻ. ഇറ്റ് സെൽഫ് undergoes റിഡക്ഷൻ മീൻസ് ക്ലോറിൻ ഈസ് ദി ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ. ഇനി ഫ്ലൂറിൻ്റെ ഈ റിയാക്ഷൻസ് കണ്ടോ? ഫ്ലൂറിന് ക്ലോറിനെ പിടിച്ച് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലോറിൻ്റെ എക്ക് സൊല്യൂഷൻ, പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ എക്ക് സൊല്യൂഷൻ എടുക്കുക. യു ടേക്ക് എൻ എക്ക് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ്. എക്ക് സൊല്യൂഷൻ പൊട്ടാസ്യം ക്ലോറൈഡ്. അതിനകത്തേക്ക് ഫ്ലൂറിൻ ആഡ് ചെയ്യുക. അതിനകത്തേക്ക് ഫ്ലൂറിൻ കൊടുക്കുക. അപ്പോൾ എന്ത് പ്രശ്നം സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോറിനേക്കാളും ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഫ്ലൂറിനാണ്. അപ്പോൾ ഫ്ലൂറിൻ ക്യാൻ ഓക്സിഡൈസ് Cl- into Cl2. അങ്ങനെ പ്രോബബിലിറ്റി ഉണ്ട്. അതേസമയം എക്ക് സൊല്യൂഷൻ ആയതുകൊണ്ട് ഫ്ലൂറിന് അവിടെയുള്ള വാട്ടറിനെ എന്ത് ചെയ്യാൻ പറ്റും? ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. അപ്പം നോർമലി ഫ്ലൂറിൻ്റെ ഈ വക റിയാക്ഷൻസ് ഒന്നും നമ്മൾ എവിടെ കണ്ടക്ട് ചെയ്യില്ല? അക്വസ് മീഡിയത്തിൽ കണ്ടക്ട് ചെയ്യില്ല. വാട്ടറിൻ്റെ പ്രസൻസിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ ഫ്ലൂറിൻ
വേറെ ആളുകളെയാണ് ഓക്സിഡൈസ് ചെയ്യേണ്ടത്. പക്ഷേ വാട്ടർ മീഡിയത്തിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ അവരുടെ കൂടെ അയാൾ ആരെയും പിടിച്ച് ഓക്സിഡൈസ് ചെയ്യും, വാട്ടറിനെയും പിടിച്ച് ഓക്സിഡൈസ് ചെയ്യും. വാട്ടറുമായിട്ടുള്ള ഓക്സിഡേഷൻ പ്രോസസ്സ് വിക്കറസ് ആണ്, വളരെ എളുപ്പത്തിൽ നടക്കും. അപ്പം യൂഷ്വലി സിൻസ് fluorine reacts with water easily, the reactions of fluorine is not usually conducted in aqueous medium. Clear അല്ലേ? യെസ്. ഇനി ഇവിടെ നോക്കി, ക്ലോറിനും പൊട്ടാസ്യം അയോഡൈഡ്, ക്ലോറിന് I- I2ലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. ക്ലോറിൻ താഴേക്ക് വരുമ്പോൾ ഓക്സിഡൈസിങ് പവർ എന്താ ചെയ്യുന്നത്? കുറയുന്നു. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യാൻ പറ്റും? ബ്രോമിനെ അയോഡിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ബ്രോമിനോ അയോഡിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അയോഡിനോ ഇവരെ ഒന്നും ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റൂല. പക്ഷേ അയോഡൈഡിന് ഇവരെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നോക്കി, ഇതാ ബ്രോമൈഡ് Br- -1 അയാൾ അങ്ങോട്ട് പോയി, 0ലേക്ക് പോയി. എന്താ പ്രോസസ്സ്? ഓക്സിഡേഷൻ. ഇറ്റ്സെൽഫ് അണ്ടർഗോസ് ഓക്സിഡേഷൻ മീൻസ് ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഇയാൾ റെഡ്യൂസിങ് ഏജൻറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? അയാൾ ക്ലോറിനെ പിടിച്ച് റെഡ്യൂസ് ചെയ്യും. ആരാ റെഡ്യൂസ് ചെയ്തത്? Br- ക്ലോറിനെ Cl- റെഡ്യൂസ് ചെയ്തു. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പം ഫ്ലൂറിൻ ക്യാൻ ഓക്സിഡൈസ് ക്ലോറിൻ, fluorine can oxidize bromine, fluorine can oxidize iodine. നോക്കാം, fluorine can displace chlorine, bromine, iodine. ഒക്കെ സൊല്യൂഷനിൽ അത് വാട്ടറിനെയും പിടിച്ച് ഓക്സിഡൈസ് ചെയ്യും ഫ്ലൂറിൻ. അങ്ങനെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഫ്ലൂറിൻ അങ്ങോട്ട് മാറ്റി നിർത്തുക. ക്ലോറിൻ ക്യാൻ ഓക്സിഡൈസ് Br- into Br2, Cl2 can oxidize I- into I2. Bromine Br2 can oxidize I- into I2. I2 cannot oxidize chlorine, bromine or even fluorine. ഇതിനൊന്നും പറ്റൂല. ബട്ട് I-, Br-, Cl-, F- ഇവരെടുക്കുമ്പോൾ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആരാ? I-. സോ I- can reduce Br2 into Br-. I- can reduce Cl2 into Cl-. Br- can reduce Cl2 into Cl-. Br- cannot reduce I2 into I-. ക്ലിയർ ആണോ പറഞ്ഞ്? ഈ തിരിച്ച് റിയാക്ഷൻ നോക്കി, ഇങ്ങനെ ഒരു റിയാക്ഷൻ എഴുതി വെച്ചിട്ട് അവർ ചോദിക്കും. ഇങ്ങനെ ഒരു റിയാക്ഷൻ എഴുതി വെച്ചിട്ട് അവർ ചോദിക്കുക, ഇത് ഈ റിയാക്ഷൻ നോക്കും. ഇങ്ങനെ ഒരു റിയാക്ഷൻ എഴുതി വെച്ചിട്ട് അവർ ചോദിക്കും, റിവേഴ്സ് ഡയറക്ഷനിൽ നടക്കാൻ പറ്റാത്തത് ഏതെന്നും ചോദിക്കും. അപ്പോൾ അത് ഫോർവേഡ് നടക്കുമെന്ന് ആദ്യം മനസ്സിലാക്കണം. ക്ലോറിൻ എന്ത് ചെയ്തു? ക്ലോറിൻ Br- Br2ലേക്ക് ഓക്സിഡൈസ് ചെയ്ത് മാറ്റി. അത് പറ്റുമല്ലോ? പറ്റും. എന്താ കാരണം? ബ്രോമിനേക്കാളും ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻറ്റ് ക്ലോറിനാണ്. അപ്പോൾ ക്ലോറിന് ബ്രോമിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. അവിടെ നിന്ന് നിങ്ങളുടെ എന്താ Cl- Br2 ഇങ്ങോട്ട് പുറകോട്ടുള്ള Cl- Br2നെ റെഡ്യൂസ് ചെയ്ത് Br- ആക്കി. Cl- Br2നെ റെഡ്യൂസ് ചെയ്തു എന്ന്. റെഡ്യൂസിങ് പവറിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ഫ്ലൂറൈഡിനേക്കാളും ബെറ്റർ റെഡ്യൂസിങ് ആണ് ക്ലോറൈഡ്, അതിനേക്കാളും സ്ട്രോങ് ആണ് ബ്രോമൈഡ്, അതിനേക്കാളും സ്ട്രോങ് ആണ് അയോഡൈഡ്. അപ്പോൾ I- എന്ത് ചെയ്യാൻ പറ്റും? Br2നെ Cl2നെ റെഡ്യൂസ് ചെയ്ത് Cl- Br- കൊണ്ടുവരാം. Br- എന്ത് ചെയ്യാൻ പറ്റും? Br- Cl2നെ റെഡ്യൂസ് ചെയ്ത് Cl- കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായോ? അതല്ലേ ഈ റിയാക്ഷൻ? എന്താ Br- Cl2നെ റെഡ്യൂസ് ചെയ്ത് Cl- കൊണ്ടുവന്നു. Br- ആരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റൂല? I2നെ പറ്റൂല. കാരണം I- നല്ല സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ്, ആരെക്കാളും Br- I- ആരൊക്കെ ചെയ്യാൻ പറ്റും? I- Br2നെ റെഡ്യൂസ് ചെയ്യാം, Cl2നെ റെഡ്യൂസ് ചെയ്യാം, F2നെ റെഡ്യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? കുഴപ്പമില്ല. ശരിക്കും ക്ലിയർ ചെയ്യണേ. അത് ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് പോസിബിലിറ്റി ഇവിടെ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. നോക്കി റിയാക്ഷൻസ് നോക്കി. H2O2 hydrogen peroxide. Hydrogen peroxide decomposes and you are getting two products of which one of the products is in the elementary state. അപ്പോൾ അത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലേ? ആണ്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ റിഡോക്സ് അല്ലേ? അതെ. എന്താ കാരണം? വൺ ഓഫ് ദി പ്രോഡക്റ്റ് ഈസ് ഇൻ ദി എലമെൻ്ററി സ്റ്റേറ്റ്. അതിൽ തന്നെ ആരാ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്ത് നോക്കി? ഓക്സിജൻ -1ൽ, ഇവിടെ എത്തുമ്പോൾ ഓക്സിജൻ -2ൽ, ഓക്സിജൻ -1ൽ, അവിടെ എത്തുമ്പോഴോ 0ൽ. അപ്പോൾ ഓക്സിജൻ ഫ്രം -1 into -2 എന്താ പ്രോസസ്സ്? ഡിക്രീസ് ഇൻ ദി ഓക്സിഡേഷൻ നമ്പർ, പ്രോസസ്സ് റിഡക്ഷൻ ആണ്. അതേസമയം ഓക്സിജൻ -1 അങ്ങോട്ട് വന്നു, 0ൽ വന്നു. വേറെ ഓക്സിജൻ, 2 ഓക്സിജൻ അതിനകത്തുണ്ട്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ വൺ ഓഫ് ദി ഓക്സിജൻ ഫ്രം -1 into -2 undergoes reduction. Another oxygen from -1 into 0 undergoes oxidation. So different atoms of the same element undergoes oxidation as well as reduction.
സച്ച് റിയാക്ഷൻസ് ആർ കോൾഡ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ അല്ലേ? അതെ. അതിൽ ആര് ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്ത് ഒരു പർട്ടിക്കുലർ എലമെൻറ്റ്, അതാര്? ഓക്സിജൻ. ഓക്സിജൻ എന്ത് സംഭവിച്ചു? ഓക്സിജനോ ഓക്സിഡേഷൻ, പിന്നെ ഓക്സിജനോ റിഡക്ഷൻ. ഒരേ എലമെൻറ്റ് തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോഴാണ് എന്ത് പറയുക? ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറയുക. ഇത് ഡിസ്പ്രപ്പോർഷനേഷനാണ്. അതേസമയം ഇത് ഡീകമ്പോസിഷനാണ്. റിഡോക്സ് അല്ലേ? അതെ. ഡീകമ്പോസിഷൻ എപ്പോഴാണ് റിഡോക്സ് ആയത്? പ്രോഡക്റ്റ് ഒരെണ്ണമെങ്കിലും എവിടെ വരണം? എലമെൻ്ററി സ്റ്റേറ്റിൽ വരണം. ഇനി ഇത് നോക്കി മക്കൾ, ഫോസ്ഫറസ് 0ൽ, അവിടെ വരുമ്പോഴോ -3ൽ, പിന്നെ വരുമ്പോഴോ ഇവിടെ +1ലാണ് ഫോസ്ഫറസ്. മക്കൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. +1ലാണ് ഫോസ്ഫറസ് വരുന്നത്. ദെൻ അപ്പോൾ 0 to -3 പ്രോസസ് റിഡക്ഷൻ, 0 to +1 പ്രോസസ് ഓക്സിഡേഷൻ. ആർക്കാണ് സംഭവിച്ചത്? ഫോസ്ഫറസിന്. സെയിം എലമെൻറ്റ് അണ്ടർഗോസ് ഓക്സിഡേഷൻ ആസ് വെൽ ആസ് റിഡക്ഷൻ. അപ്പോൾ അതെന്താ? ഡിസ്പ്രപ്പോർഷനേഷൻ. ഏത് മീഡിയത്തിലാണ് അത് നടന്നത്? ബേസിക് മീഡിയത്തിൽ. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ബാലൻസിങ്ങിൽ ചെയ്തിട്ടുണ്ട്. ഇനി സൾഫർ സെയിം ബേസിക് മീഡിയം അണ്ടർഗോസ് ഓക്സിഡേഷൻ ആസ് വെൽ ആസ് റിഡക്ഷൻ. അപ്പോൾ സൾഫർ അണ്ടർഗോസ് ഡിസ്പ്രപ്പോർഷനേഷൻ. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. പ്രോഡക്റ്റ് പഠിച്ചു വെക്കണേ. ഫോസ്ഫറസ് ഡിസ്പ്രപ്പോർഷനേഷൻ നടന്നാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഒന്ന് PH3 ആണ്, ഫോസ്ഫൈൻ. രണ്ടാമത്തത് H2PO2- ആണ്, ഹൈപ്പോ ഫോസ്ഫൈറ്റ് അയോൺസ് ആണ്. H2PO2- ആണ് അത് കേട്ടോ, ഹൈപ്പോ ഫോസ്ഫൈറ്റ് അയോൺസ്. സൾഫർ അണ്ടർഗോ ചെയ്താൽ സൾഫൈഡ് കിട്ടും, തയോസൾഫേറ്റ് കിട്ടും. H2O3 2- പേര് തയോസൾഫേറ്റ്. ഈ പ്രോഡക്റ്റ് ബൈഹാർട്ട് ആക്കണം. കാരണം ഈ റിയാക്ഷൻ അതേപടി ചിലപ്പോൾ ചോദിക്കും. ചിലപ്പോൾ അവർ ചോദിക്കുക സൾഫർ ഇൻ ബേസിക് മീഡിയം ഡിസ്പ്രപ്പോർഷൻ H2 ഗീവ് എന്നേ പറയുള്ളൂ. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾ മനസ്സിലുണ്ടാവണം, സൾഫൈഡും തയോസൾഫേറ്റും. ദെൻ അതേപടി ക്ലോറിൻ ഇൻ ആൽക്കലൈൻ മീഡിയം അണ്ടർഗോസ് ഡിസ്പ്രപ്പോർഷനേഷൻ, ഗിവ്സ് ഹൈപ്പോക്ലോറൈറ്റ് ആൻഡ് ക്ലോറൈഡ്. ഇത് ക്ലോറൈഡ് ആണ്, ഇത് ഹൈപ്പോക്ലോറൈറ്റ് ആണ്. അവിടെ ഓർമ്മിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ക്ലോറിൻ കോൺസെൻട്രേറ്റഡ് ആൽക്കലിൻ്റെ കൂടെ കൊടുത്തു. ക്ലോറിൻ കോൺസെൻട്രേറ്റഡ് ആൽക്കലിയുടെ കൂടെ കൊടുത്താൽ ക്ലോറിനും കോൺസെൻട്രേറ്റഡ് ആൽക്കലി ആണെങ്കിൽ ക്ലോറൈഡ് കിട്ടും, പിന്നെ വരുന്നയാൾ ക്ലോറേറ്റ് ആണ്. ഇപ്പം ഇതേതാ? ClO-. ഇതാരാ? ഹൈപ്പോക്ലോറൈറ്റ് ആണ്. അത് ഏതാ മീഡിയം? ഡൈല്യൂട്ട് ആൽക്കലിയാണ്. കോൺസെൻട്രേറ്റഡ് ആൽക്കലി കൊടുക്കുമ്പോഴോ അയാൾ ക്ലോറൈഡ് ഒരെണ്ണം വരും, പിന്നെ വരുന്നത് ക്ലോറേറ്റ്. അത് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ. ദെൻ അപ്പോൾ ഇത് ഏത് റിയാക്ഷൻ? ഡിസ്പ്രപ്പോർഷനേഷൻ. നെക്സ്റ്റ് നമ്മൾ വരുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്പീഷീസ് ഡു നോട്ട് ഷോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആൻഡ് വൈ എന്നാണ് പറഞ്ഞത്. അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് വെക്കണം. ഡിസ്പ്രപ്പോർഷനേഷൻ ആര് അണ്ടർഗോ ചെയ്യുന്നു, ആരും അണ്ടർഗോ ചെയ്യുന്നില്ല എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഓക്സിജൻ കണ്ടില്ലേ? ഓക്സിജൻ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജൻ -1 പ്രോഡക്റ്റ് സൈഡിൽ വന്നപ്പോൾ ഓക്സിജൻ -2 വന്നു, പിന്നെ ഓക്സിജൻ O2 വന്നപ്പോൾ എവിടെ വന്നു? 0 വന്നു. ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജൻ -1 അത് ഡീകമ്പോസ് ചെയ്താൽ വാട്ടറും കിട്ടിയിരുന്നു, ഓക്സിജനും കിട്ടിയിരുന്നു. വാട്ടറിൽ ഓക്സിജൻ -2 മറ്റേത് ഓക്സിജൻ തന്നെ 0. അപ്പോൾ നോക്കി, ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് അയാൾക്കാണ് ഓക്സിഡേഷനും അയാൾക്കാണ് റിഡക്ഷനും. അപ്പോൾ അയാൾ 3 ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യണം. റിയാക്ടിങ് കോമ്പൗണ്ടിൽ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ, പ്രോഡക്റ്റിൽ അയാൾക്ക് ഓക്സിഡേഷനും അയാൾക്ക് റിഡക്ഷനും നടക്കുമ്പോൾ അയാൾ 2 ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വരും. അപ്പം മിനിമം എത്ര എണ്ണം വേണം? 3 ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേണം. എന്നാലേ അയാൾ എന്ത് ചെയ്യുള്ളൂ? ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? യെസ്. അപ്പോൾ നിങ്ങൾ നോക്കി, ഫോസ്ഫറസ് നേരത്തെ എത്രയായിരുന്നു? P4. അതിൽ എത്ര വരുന്നു? 0 വന്നു. PH3 -3, H2PO2- +1. അപ്പോൾ 3 ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഒരാൾ 3 ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുമ്പോഴേ അയാൾക്ക് ഓക്സിഡേഷൻ റിഡക്ഷനൊക്കെ നടന്നിട്ട് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷന് പോസിബിലിറ്റി ഉള്ളൂ. ഫ്ലൂറിൻ എടുക്കുക. ഫ്ലൂറിൻ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റാണ്. മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ കോമ്പൗണ്ട്സിലും അയാൾ എന്തിലാണ് നിൽക്കുക? -1. HF എടുത്താലും ഏത് ടൈപ്പ് കോമ്പൗണ്ട് എടുത്താലും അയാൾ -1 നിൽക്കുക. പിന്നെ എലമെൻ്ററി സ്റ്റേറ്റിൽ വരുമ്പോഴോ 0 അപ്പോൾ ഫ്ലൂറിൻ ബീങ് ദി മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് എക്സിബിറ്റ്സ് -1 ഇൻ ഓൾ ഇറ്റ്സ് കോമ്പൗണ്ട്സ്. അപ്പോൾ അയാൾക്ക് 2 ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ പോസിബിലിറ്റി ഉള്ളൂ. ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 3 ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേണം. അപ്പോൾ ഫ്ലൂറിനെ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഫ്ലൂറിൻ്റെ ഇതേപടിയിലൊരു റിയാക്ഷൻ ഉണ്ട്. NCERTൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഫ്ലൂറിൻ ഐസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് HFഉം HOFഉം കിട്ടുന്നൊരു റിയാക്ഷൻ ഉണ്ട്.
ഫ്ലൂറിൻ എന്തിലാണ് വന്നത്? 0-ൽ. ഇവിടെ വരുമ്പോഴോ -1-ൽ. HOF-ൽ വരുമ്പോഴോ HOF ഇതാണ്. ഓക്സിജനാണോ ഫ്ലൂറിനാണോ മോർ ഇലക്ട്രോനെഗറ്റീവ്? ഫ്ലൂറിനാണ്. അപ്പോൾ അതിനങ്ങോട്ട് പുള്ള് ചെയ്യും -1. അപ്പോൾ ഓക്സിജൻ്റെ ഒരെണ്ണം അങ്ങോട്ട് പോയാൽ ഓക്സിജന് +1. പക്ഷേ ഹൈഡ്രജൻ്റെ അങ്ങോട്ട് പുള്ള് ചെയ്താൽ -1. അപ്പോൾ നെറ്റ് എന്താവും? 0 ആവും. ഓക്സിജൻ്റെ ഒരെണ്ണം അങ്ങോട്ട് പോയി +1, ഹൈഡ്രജൻ്റെ ഒരെണ്ണം അങ്ങോട്ട് വന്നു -1. അപ്പോൾ നെറ്റ് എന്തായി? -1 +1 0 ആയി. അപ്പോൾ ഹൈഡ്രജൻ എന്തായി? +1 ആയി. സം ഈക്വൽ ടു എന്താ വരിക? 0. അപ്പോൾ ഫ്ലൂറിൻ എത്ര തന്നെയാണ്? -1 തന്നെയാണ്. അപ്പോൾ ഫ്ലൂറിൻ ഇവിടെ എന്തില്ല? 0-ൽ. ഇവിടെ എത്തുമ്പോഴോ -1, ഇവിടെ എത്തുമ്പോഴോ -1. ക്ലിയർ ആണോ? അപ്പോൾ അത് ഡിസ്പ്രപ്പോർഷനേഷൻ ആണോ? അല്ല. നേരെ മറിച്ച് നമ്മൾ ക്ലോറിൻ എടുത്തു, ക്ലോറിന് വാട്ടർ കൊടുത്തു. അപ്പം നമുക്ക് HCl കിട്ടി, പിന്നെയോ HOCl കിട്ടി. ക്ലോറിൻ എത്രയില്ല? 0-ൽ. HCl ക്ലോറിൻ എത്രയില്ല? -1-ൽ. HOCl വരുമ്പോഴോ HOCl. അപ്പം ക്ലോറിനേക്കാളും ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ്. അഫിനിറ്റിയാണ് ക്ലോറിന് കൂടുതൽ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓക്സിജനാണ് കൂടുതൽ. ഓക്സിജൻ ക്ലോറിൻ്റെ ഇങ്ങോട്ട് പുള്ളി -1, ഹൈഡ്രജൻ്റെ പുള്ളി -1. അപ്പോൾ ടോട്ടൽ എത്രയായി? -2. അപ്പോൾ ക്ലോറിൻ എന്തിൽ വരും? +1. ഹൈഡ്രജൻ എന്തിൽ വരും? +1. അപ്പോൾ ക്ലോറിൻ ഇവിടെ എത്രയില്ല? +1-ൽ. ക്ലോറിൻ ഇവിടെയോ HCl -1. ക്ലോറിൻ ഇവിടെയോ എലിമെൻ്ററി സ്റ്റേറ്റിൽ 0. അപ്പോൾ 0 ഉണ്ട്, -1 ഉണ്ട്, +1 ഉണ്ട്. അപ്പോൾ 3 ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. ക്ലോറിൻ ഓക്സിഡേഷനും ക്ലോറിൻ റിഡക്ഷനും. അപ്പോൾ ക്ലോറിൻ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്തു. അതിന് സിമിലർ അല്ല ഈ റിയാക്ഷൻ, കാരണം ഫ്ലൂറിന് 2 എണ്ണേ വരുള്ളൂ. അപ്പോൾ ഫ്ലൂറിൻ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യില്ല. ക്ലിയർ ആണോ? ഇനി ഒരാൾ അതിൻ്റെ മാക്സിമം പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്നു വിചാരിക്കുക. മാക്സിമം പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഒരാൾ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അയാൾക്ക് ഇനി ഫർദർ ഓക്സിഡേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അയാൾക്ക് കുറയാനേ പറ്റുള്ളൂ. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ മാംഗനീസ് എടുത്തു. മാംഗനീസ് നമ്മൾ +6-ൽ എടുത്തു എന്ന് വിചാരിച്ചു. +6-ലുള്ള മാംഗനീസിന് എങ്ങോട്ട് വരിക? അതിൻ്റെ അടുത്ത ഹയറിലേക്ക് വരിക. അതേതാ? +7. ഇനി അയാൾക്ക് എന്ത് ചെയ്യുക? അത് കുറയുക. എങ്ങോട്ട് വരിക? +4-ലേക്ക് വരിക. അപ്പോൾ +6 എവിടെയാണ് വരുന്നത്? മാക്സിമത്തിനും മിനിമത്തിനും ഇടയിലാണ്. മാക്സിമത്തിനും മിനിമത്തിനും ഇടയിൽ വന്നാൽ അങ്ങോട്ടും ചാടാം. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യാൻ പറ്റും. മിനിമത്തിൽ വന്നാലോ അടുത്ത മിനിമത്തിലേക്ക് പോകാൻ പറ്റില്ല, മാക്സിമത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യില്ല. മാക്സിമത്തിൽ വന്നാലോ അടുത്ത മാക്സിമത്തിലേക്ക് പോകാൻ പറ്റില്ല, മിനിമത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. എത്ര ഡിഫറൻറ്റ് വേണം? എത്ര എണ്ണം വേണം? ഇവിടെ ഒരാൾ നിൽക്കണു, അയാൾ അങ്ങോട്ടും ചാടണം. അപ്പോഴേ ഡിസ്പ്രപ്പോർഷനേഷൻ ആവുന്നത്. കൂടുകയും വേണം, കുറയുകയും വേണം. അപ്പോൾ 3 ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരണം. മാക്സിമത്തിൽ വരുമ്പോൾ കുറയാനേ പറ്റുള്ളൂ. അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യില്ല. മിനിമത്തിൽ വരുമ്പോഴോ ഇനി കുറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂടാനേ പറ്റുള്ളൂ. അപ്പോൾ അയാൾക്ക് ഓക്സിഡേഷൻ മാത്രമേ നടക്കുകയുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? യെസ്, അതാണ് ഈ സംഭവം. മാംഗനീസ് +6 എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം. അപ്പം അങ്ങോട്ടും ചാടാം. ഓക്സിഡേഷൻ നടക്കുക, റിഡക്ഷൻ നടക്കുക, ഡിസ്പ്രപ്പോർഷനേഷൻ. ക്ലിയർ ആയോ? അപ്പോൾ നോക്കി, ClO-ൽ ഓക്സിജനാണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഒരു ഓക്സിജന് -2. അപ്പോൾ ക്ലോറിൻ എത്രയില്ല? +1-ലാണ്. ഓക്സിജനാണ് മോർ ഇലക്ട്രോനെഗറ്റീവ് ClO2-ൽ. ക്ലോറിൻ എത്രയില്ല? അറിയില്ലേ? 2 ഓക്സിജന് -4, സം ഈക്വൽ ടു -1 വരണം. ClO2 - അപ്പോൾ ക്ലോറിൻ +3-ൽ വരും. ഇവിടെ ക്ലോറിൻ +5-ൽ വരും. അവിടെ ക്ലോറിൻ +7-ൽ വരും. ഹാലജൻസിൻ്റെ വാലൻസി ഇലക്ട്രോൺസ് എത്രയാണ്? 7. വാലൻസി ഇലക്ട്രോൺ 7 മീൻസ് മാക്സിമം പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7. അപ്പോൾ +7-ലല്ലേ നിൽക്കുന്നത്? അതെ. ഇനി കൂടാൻ പറ്റുമോ? ഇല്ല. ഇനി ഓക്സിഡേഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അയാൾക്ക് എന്തേ നടക്കുള്ളൂ? റിഡക്ഷൻ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഡിഫറൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇനി എത്രണ്ണം വരും? ഒരെണ്ണോടെ വരാൻ ചാൻസ് ഉള്ളൂ. ഇത് കൂടാതെ, കാരണം കൂടാൻ പറ്റൂല. അപ്പോൾ ഇയാൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുമോ? ഇയാൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യൂല. എന്താ കാരണം? ക്ലോറിൻ ഹാസ് 7 വാലൻസി ഇലക്ട്രോൺ. So the maximum possible oxidation state for chlorine is +7. In ClO4-, chlorine is already in +7. So it cannot increase the oxidation state beyond +7. So it can reduce the oxidation state alone. Chlorine undergoes disproportionation means it has to exhibit 3 different oxidation states. Here there is a possibility for only exhibiting 2 different oxidation states because chlorine is in the maximum possible oxidation state. Hence it does not ഡിസ്പ്രപ്പോർഷനേറ്റ്. ഇയാളോ +5. ക്ലോറിൻ്റെ മാക്സിമം എത്രയാ? +7. ക്ലോറിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാ? 7. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ദേ ക്യാൻ ഗെയിൻ 1 മോർ ഇലക്ട്രോൺ. ഒരെണ്ണോടെ വാങ്ങി എന്തിൽ വരും? -1-ൽ വരും. അപ്പോൾ -1 ആണ് മിനിമം, +7 ആണ് മാക്സിമം, +5 എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീനാണ്. അങ്ങോട്ടും ചാടാം. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യും. ഇയാൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ClO4- കിട്ടും, Cl- കിട്ടും. ആ പ്രോഡക്റ്റ് പഠിക്കണം. NCERT ഇൻഡെക്സ്ഡ് എന്നാണ് പ്രോഡക്റ്റ് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ClO3- ഓക്സിഡേഷൻ നടന്ന ClO4-, റിഡക്ഷൻ നടന്ന Cl-.
ഇനി ClO2 മൈനസ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ചെയ്യും. എന്താ കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല, ഇൻ ബിറ്റ്വീൻ ആണ്. അപ്പോൾ അങ്ങോട്ടും ചാടാം. അപ്പോൾ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ചെയ്താൽ Cl മൈനസിലേക്ക് വരും. അടുത്ത ഭാഗം ClO3 മൈനസിലേക്ക് വരും. ക്ലിയർ അല്ലേ? ClO മൈനസ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ചെയ്യും. എന്താ കാരണം? അയാൾ +1 ഇല്ല. അപ്പോൾ അങ്ങോട്ടും ചാടാം. ക്ലിയർ ആണോ? യെസ്, കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് വെക്കണേ, മറന്നു പോരുത്. ഐഡിയ വന്നല്ലോ. മാക്സിമം പോസിബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വന്നാൽ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ചെയ്യില്ല. മിനിമത്തിൽ വന്നാലോ അപ്പോഴും ചെയ്യില്ല. ഫ്ലൂറിൻ ഇല്ല. ഫ്ലൂറിൻ എത്ര? ഫ്ലൂറിൻ അതിൻ്റെ കോമ്പൗണ്ടിൽ -1 ഉള്ളൂ. എലിമെൻ്ററി സ്റ്റേറ്റിൽ 0. അപ്പോൾ പോസിബിലിറ്റി ഫോർ എക്സിബിറ്റിംഗ് ഓൺലി 2 ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മിനിമം എത്ര എണ്ണം വേണം? 3 വേണം. ക്ലിയർ അല്ലേ? ദെൻ ഇനി നമ്മൾ അടുത്തതിൽ വരുന്നു. നെക്സ്റ്റ് NCERT എന്നുള്ളൊരു ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. നോക്കണം കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻസ് പ്രൊസീഡ്സ് ഡിഫറെൻ്റ്ലി? വൈ ഡു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വൈ ഡു ദീസ് റിയാക്ഷൻസ് പ്രൊസീഡ് ഡിഫറെൻ്റ്ലി എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന Pb3O4 ആണ്. ഇവിടെയും തന്നിരിക്കുന്ന Pb3O4 ആണ്. Pb3O4 എന്ന് പറയുമ്പോൾ അത് മിക്സഡ് ഓക്സൈഡാണ്. Pb3O4 എങ്ങനെയാണ്? PbO2 ഉണ്ട്, പിന്നെ ആരുണ്ട്? 2PbO ഉണ്ട്. ഈ രണ്ട് ഓക്സൈഡിൻ്റെ മിക്സ്ചറാണത്. PbO2.2PbO. ഇതാണ് സംഭവം. ഇനി ലെഡ്, നമുക്ക് 3 എലമെൻറ്റ്സ് ഓർമ്മിക്കണം. 1 താലിയം, 2 ലെഡ്, 3 ബിസ്മത്ത്. അങ്ങനെ 3 എലമെൻറ്റ്സ്. താലിയം ബോറോൺ ഫാമിലിയാണ്. ബോറോൺ ഫാമിലി വരുമ്പോൾ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. പക്ഷേ താലിയത്തിന് മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് അയാൾക്ക് +1 ആണ് എക്സിബിറ്റ് ചെയ്യുക. +1. ലെഡ് കാർബൺ ഫാമിലിയാണ്. ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ഉണ്ട്. പക്ഷേ ലെഡിൽ വരുമ്പോൾ അയാൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അയാൾക്ക് എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. ബിസ്മത്ത് നൈട്രജൻ ഫാമിലിയാണ്. നൈട്രജൻ ഫോസ്ഫറസ് ആഴ്സനിക് ആൻറ്റിമണി ബിസ്മത്ത്. നൈട്രജൻ ഫാമിലി +5 എക്സിബിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അതിൽ ബിസ്മത്ത് വരുമ്പോൾ അയാളുടെ മോസ്റ്റ് സ്റ്റേബിൾ +3 ആണ്. ഇത് ഒരു സ്പെസിഫിക് റീസൺ ആണ് ഇനോട്ട് പെയർ എഫക്റ്റ് എന്ന് പറയും. ഇവർക്കൊക്കെ S-ൽ ഇലക്ട്രോൺ ഉണ്ട്. ആ S-ൽ വരുന്ന 2 ഇലക്ട്രോണിന് റിലക്റ്റൻസ് ഓഫ് ദി S ഇലക്ട്രോൺസ് ടുവേർഡ്സ് കോവലന്റ് ബോണ്ട് ഫോർമേഷൻ. റിലക്റ്റൻസ് ഓഫ് ദി S ഇലക്ട്രോൺസ് ടുവേർഡ്സ് കോവലന്റ് ബോണ്ട് ഫോർമേഷൻ ആൻഡ് ദാറ്റ് S ഇലക്ട്രോൺ റിമെയിൻസ് ആസ് എൻ ഇനോട്ട് പെയർ. അതിനെയാണ് ഇനോട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുക. ആ ഇനോട്ട് പെയർ എഫക്റ്റ് കാരണം താലിയത്തിന് +1ഉം ലെഡിന് +2ഉം ബിസ്മത്തിന് +3 ആണ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലിയർ ആക്കണേ. +1, +2, +3. അപ്പം ലെഡ് എക്സ്ട്രാ ഓർഡിനറിലി സ്റ്റേബിൾ ആണ് എന്തിൽ? +2ൽ. അപ്പം ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? കാർബൺ ഫാമിലിയാണ്. ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. കാർബണൊക്കെ +4 നല്ല സ്റ്റേബിളാണ്. പക്ഷേ ലെഡിന് +4നേക്കാളും നല്ല സ്റ്റേബിൾ ആരാ? +2 ആണ്. എന്ന് വെച്ചിട്ട് +2ൽ മാത്രമേ നിൽക്കുള്ളൂ? അല്ല, +4ലേക്ക് വരും. ആ +4ലേക്ക് വരുന്ന പ്രോസസ്സ് എളുപ്പമാണോ? അല്ല, കാരണം +2 നല്ല സ്റ്റേബിളാണ്. അപ്പോൾ എപ്പോഴാണ് വരിക +4ലേക്ക്? നല്ല ഓക്സിഡൈസിങ് ഏജൻസ് കൂടെ വരണം. ആര് വരണം? ഫ്ലൂറിൻ വന്നാൽ ഫ്ലൂറിൻ വന്ന് ലെഡിനെ +2 +4ലേക്ക് ഓക്സിഡൈസ് ചെയ്യും. ഓക്സിജന് +2 +4ലേക്ക് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റും. ക്ലോറിന് ക്ലോറിൻ Cl2 +2 +4ലേക്ക് ഓക്സിഡൈസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷേ റേറ്റ് കുറവാണ്. അപ്പോൾ നല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് വന്നാൽ സ്റ്റേബിൾ +2 ആണെങ്കിലും അയാളെ +4ലേക്ക് കൊണ്ടുപോയിട്ട് ഓക്സിഡൈസ് ചെയ്ത് മാറ്റാൻ പറ്റും, വരുന്നയാളെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട്. അപ്പോൾ ലെഡിൻ്റെ സ്റ്റേബിൾ ഏതാ? +2 ആണ്. PbOയിൽ ലെഡ് എന്തിലാണ് നിൽക്കുന്നത്? ഓക്സിജന് -2, അപ്പോൾ ലെഡിന് +2. PbO2ലോ 2 ഓക്സിജന് -4, അപ്പോൾ ലെഡിൽ എന്തിലാണ് വരുന്നത്? +4ലാണ് വരുന്നത്. ലെഡ് PbO2 എന്ന് പറയുമ്പോൾ ലെഡ് +4ലാണ്. +4ൽ അത് അത്രയ്ക്ക് സ്റ്റേബിൾ ആണോ? അല്ല, അതിനേക്കാൾ സ്റ്റേബിൾ എവിടെയാണ്? +2ലാണ്. അപ്പം +4ൽ നിൽക്കുന്ന ലെഡിന് എളുപ്പത്തിൽ എങ്ങോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്? +2ലേക്ക്. +2 ആണ് എന്ത്? മോർ സ്റ്റേബിൾ. അപ്പോൾ +4ലാണ് നിൽക്കുന്നതെങ്കിൽ +2ലേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്, കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ +4ന്ന് +2ലേക്കുള്ള പ്രോസസ്സ് എന്താ? റിഡക്ഷനാണ്. ഇറ്റ് സെൽഫ് അണ്ടർഗോസ് റിഡക്ഷൻ മീൻസ് ഇറ്റ് ഈസ് എ ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ലെഡ് +4ൽ നിൽക്കുമ്പോൾ ലെഡ് എന്താ? പവർഫുൾ ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. ക്ലിയർ ആണല്ലോ? ഇനി അപ്പം Pb3O4ൽ ലെഡ് +2, Pb3O4ൽ ലെഡ് +2ലുണ്ട്. +2 ലെഡിന് എന്താ? നല്ല സ്റ്റേബിളാണ്. +4ലേക്ക് പോകണമെങ്കിൽ നല്ല ഓക്സിഡൈസിങ് ഏജൻസ് വരണം, അപ്പോഴേ പോവുള്ളൂ.
മനസ്സിലായില്ലേ? അതില്ലെങ്കിലോ +2 തന്നെയാണ് നല്ല സ്റ്റേബിൾ. +4 സ്റ്റേബിൾ ആണോ അത്രത്തോളം? അല്ല. +4 നിൽക്കുന്നയാൾക്ക് എങ്ങോട്ട് വരാനാ പോസിബിലിറ്റി വരിക? സ്റ്റേബിൾ ആയിട്ടുള്ള +2ലേക്ക്. +4 × +2 എന്താ പ്രോസസ്സ്? റിഡക്ഷൻ. ഇറ്റ് സെൽഫ് അണ്ടർഗോസ് റിഡക്ഷൻ മീൻസ് ആക്ട് ആസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പം ഈ Pb3O4ൽ ലെഡ് +4 നിൽക്കുന്നതുകൊണ്ട് ഈ പാർട്ട് നല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഇയാളോ +2 സ്റ്റേബിൾ ആണ്. ഇനി നമുക്ക് കൂടെ റിയാക്ട് ചെയ്യുന്ന ആരാന്ന് നോക്കുക. കൂടെ റിയാക്ട് ചെയ്യുന്നത് HCl ആണ്. Cl2 അല്ല, HCl ആണ്. HCl ക്ലോറിൻ ആരാ? -1 ക്ലോറിൻ -1 എന്ന് പറഞ്ഞാൽ ഹാലജൻസിൻ്റെ മിനിമത്തിൽ അയാൾ നിൽക്കുന്നത്. ക്ലോറിൻ -1 ഹാലജൻ്റെ മിനിമമാണ്. മിനിമത്തിൽ എന്ത് പ്രോപ്പർട്ടി? റെഡ്യൂസിങ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇയാൾ റെഡ്യൂസിങ് ഏജൻറ്റാണ്. ഇയാളോ +4ലുണ്ട്. Pb3O4ൽ ലെഡ് +4ലുണ്ട്. അയാൾ എന്താ? നല്ല സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. അപ്പോൾ ഇയാൾ റെഡ്യൂസിങ് ഏജൻറ്റും ഇയാൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയത് കാരണം അതിനിടയിൽ ഒരു റിഡോക്സ് റിയാക്ഷൻ വരും. ആരിടയിൽ? ലെഡ് +4നും ക്ലോറിനും ഇടയിൽ. അപ്പോൾ ലെഡ് +4 എന്ത് ചെയ്യും? Cl- പിടിച്ച് ഓക്സിഡൈസ് ചെയ്ത് Cl2 ആക്കും. അതാണ് ഇവിടെ പ്രോഡക്റ്റ് സൈഡിൽ അത് വന്നത്. ലെഡ് +4ലല്ലേ? അതെ. അതെന്താ സാധനം? ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇറ്റ് സെൽഫ് അണ്ടർഗോസ് റിഡക്ഷൻ. അപ്പോൾ +4 റെഡ്യൂസ് ചെയ്ത് അങ്ങോട്ട് വരും, സ്റ്റേബിൾ ആയിട്ടുള്ള +2ലേക്ക് വരും. അപ്പോൾ ലെഡ് +2ൽ വരും. ലെഡ് +2ൽ വന്നാൽ ഇവിടെ Cl അല്ലേ? അതെ. അതുമായിട്ട് ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? അതിൻ്റെ സാൾട്ട് ഫോം ചെയ്യും, PbCl2. അപ്പോൾ Pb3O4ൽ ലെഡ് +4 ഉണ്ട്. ലെഡ് +4 കോമ്പൗണ്ട്സ് ആർ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ്. ഹെൻസ് ഇറ്റ് ഓക്സിഡൈസ് Cl- into Cl2. ഇവിടെ വരിക Pb3O4. ഈ Pb3O4ൽ ആരുണ്ട്? ലെഡ് അഗെയിൻ +4ലുണ്ട്. ഇത് ടു മച്ച് കോൺസെൻട്രേറ്റഡ് HNO3 അല്ല, റിലേറ്റീവ്ലി കോൺസെൻട്രേറ്റഡ് ആണ്. ഫ്യൂമിങ് ആയിട്ടുള്ള ആ ടൈപ്പ് ഒന്നും അല്ല കേട്ടോ. ടു മച്ച് കോൺസെൻട്രേറ്റഡ് അല്ല, റിലേറ്റീവ്ലി കോൺസെൻട്രേറ്റഡ്, മോഡറേറ്റ്ലി കോൺസെൻട്രേറ്റഡ് ആണ്. അവിടെ നൈട്രജൻ നോക്കി. ഇവിടെ കോമൺ ആയിട്ട് ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. നോർമൽ കണ്ടീഷൻസിൽ നൈട്രജൻ ആണ്. നൈട്രജൻ ഇവിടെ +5ലാണ് വരിക. +5 നൈട്രജൻ്റെ മാക്സിമം അല്ലേ? അതെ. കാരണം വാലൻസ് ഇലക്ട്രോൺസ് 5 +5 അതിൻ്റെ മാക്സിമത്തിൽ എന്ത് പ്രോപ്പർട്ടിയോ കാണിക്കുക? ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി. ഇവിടെ ലെഡ് ഉണ്ടല്ലോ. ഇവിടെ ലെഡ് ഉണ്ട്. ലെഡ് എന്തിലാ? +4ൽ എന്ത് പ്രോപ്പർട്ടിയോ? ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി. രണ്ട് ഓക്സിഡൈസിങ് ഏജൻറ്റിനിടയിൽ റിയാക്ഷൻ ഉണ്ടോ? ഇല്ല. ഇവിടെ ലെഡ് എന്തിലാ? +4ൽ. അയാൾക്ക് നൈട്രജനെ പിടിച്ച് ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്. ഇനി ലെഡ് എന്തിലുണ്ട്? +2ലുണ്ട്. +2ലുള്ള ലെഡ് ഓക്സിഡൈസ് ചെയ്യാൻ HNO3ക്ക് ഇവിടെ പറ്റുമോ? ഇല്ല. കാരണം HNO3 അത്ര അങ്ങോട്ട് പവർഫുൾ അല്ല. അപ്പം ലെഡ് എവിടെ തന്നെ നിൽക്കും? +2ലുള്ള ലെഡ് +2 തന്നെ നിൽക്കും. +4ലോ ലെഡ് +4ലുണ്ട്. Pb3O4ൽ അയാൾ എന്താ? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. പക്ഷേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നൈട്രജന് ഓൾറെഡി എന്തിലാണ് ഉള്ളത്? +5ലാണ്, മാക്സിമത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇയാൾ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കുന്നയാളാണ്. ഇയാളും ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി കാണിക്കുന്ന പാർട്ടാണ്. അപ്പോൾ അതിനിടയിൽ എന്തില്ല? റിഡോക്സ് റിയാക്ഷൻ ഇല്ല. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്. അപ്പോൾ PbO2 എന്ത് നിൽക്കും? PbO2 അതേ എവിടെ കിടക്കും, അയാൾ അനങ്ങില്ല. ഇനി ഇവിടെ ലെഡ് +2ലുണ്ട്. ലെഡ് എന്ന് പറയുന്നത് ആംഫോട്രിക് ആയിട്ടുള്ള ബെറിലിയം, അലൂമിനിയം, സിങ്ക്, ടിന്ന്, ലെഡ്, ഗാലിയം. ബെറിലിയം, അലൂമിനിയം, സിങ്ക്, ടിന്ന്, ലെഡ്, ഗാലിയം. അവർ ആംഫോട്രിക്, ആസിഡായിട്ട് റിയാക്ട് ചെയ്യും, ബേസ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അവിടെ PbO അല്ലേ? അതെ. അത് ആംഫോട്രിക് അല്ലേ? അതെ. അപ്പോൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യും? അയാൾ നമ്മളുടെ ആസിഡായിട്ട് റിയാക്ട് ചെയ്യും. ആസിഡായിട്ട് റിയാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ HNO3 ആയിട്ട് റിയാക്ട് ചെയ്ത് എന്ത് കിട്ടും? അതിൻ്റെ നൈട്രേറ്റ് കിട്ടും, സാൾട്ടും വാട്ടറും കിട്ടും. സാൾട്ടും വാട്ടറും കിട്ടി. ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. ഐഡിയാസ് ക്ലിയർ ചെയ്ത് വെക്കണേ. യെസ്.